ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ വിഷ്ണു ഓമനക്കൂട്ടെ .4ൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഡിയോയുടെ കിക്കർ ചവിട്ടുമ്പോൾ തിരിച്ച് വരുന്നില്ല, അത് ജാമായിട്ട് തന്നെ നിൽക്കുകയാണ്. നമ്മൾ എത്ര കിക്കർ അടിച്ചാലും ഇതുപോലെ ജാമായിട്ട് തന്നെ വരികയാണ്, റിട്ടേൺ കറക്റ്റായിട്ട് വരുന്നില്ല. അപ്പോൾ നമ്മൾ ഇത് അഴിച്ച് അത് പരിഹരിക്കാനുള്ള ഒരു വീഡിയോ ആണ്. ക്ലച്ച് കവർ അഴിച്ച് അതിനകത്ത് റാച്ചറ്റിനകത്ത് ഗ്രീസ് ഇട്ട് കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് ഈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേരെ. ഈ ക്ലച്ച് കവർ നമ്മൾ അഴിക്കുന്നത് ഒരു 8ൻ്റെ ടീസ്പാനർ ഉപയോഗിച്ചാണ്. ഈ 8ൻ്റെ എല്ലാ ബോൾട്ടുകളും ടീസ്പാനർ ഉപയോഗിച്ച് ആദ്യമേ നമുക്ക് അഴിച്ചെടുക്കാം. ഇങ്ങനെ 8ൻ്റെ ടീസ്പാനർ ഉപയോഗിച്ച് ബോൾട്ടുകളെല്ലാം നമ്മൾ ലൂസ് ചെയ്യുകയാണ്. അത്യാവശ്യം നല്ല ടൈറ്റാണ് ബോൾട്ടുകളെല്ലാം. ഈ കാണുന്ന ബോൾട്ടുകളെല്ലാം നമ്മൾ ടീ ഉപയോഗിച്ച് ലൂസ് ചെയ്യുക. ഈ ഓരോ ബോൾട്ടിനും നീള വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഇതിനകത്ത് ഏറ്റവും അറ്റത്ത് വരുന്നൊരു ബോൾട്ടിനാണ് ഏറ്റവും കൂടുതൽ നീളം വരുന്നത്. ബാക്കി ബോൾട്ടെല്ലാം ഏകദേശം സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത്. അപ്പം ബോൾട്ടുകളുടെ നീള വ്യത്യാസം അനുസരിച്ച് നമ്മൾ തിരിച്ച് സെറ്റ് ചെയ്യുമ്പോൾ കവർ സെറ്റ് ചെയ്യുമ്പം ആ ബോൾട്ടിട്ട് മുറുക്കാവുള്ളൂ, അല്ലെങ്കിൽ എൻജിൻ കേസിനകത്ത് പൊട്ടൽ വരാൻ ചാൻസ് കൂടുതലാണ്. നമ്മൾ ബോൾട്ടുകളെല്ലാം കറക്റ്റായിട്ട് തന്നെ യൂസ് ചെയ്ത് എടുക്കുക. അങ്ങനെ നമ്മൾ ബോൾട്ടുകളെല്ലാം ഊരിയെടുത്തു. ഇതാണ് ഇതിൻ്റെ ബോൾട്ടുകൾ. ഇതാണ് ഞാൻ പറഞ്ഞ ഏറ്റവും നീളം കൂടിയ ബോൾട്ട്. അത് കറക്റ്റായിട്ട് ഈ ഒരു വശത്ത് തന്നെ ഇട്ട് നമ്മൾ മുറുക്കണം. ബോൾട്ടെല്ലാം ഊരിയെടുത്തു. ഇനി നമ്മൾ ക്ലച്ച് കവർ ഊരിയെടുക്കുക. ചെറുതായിട്ടൊന്ന് പിടിച്ച് കഴിയുമ്പോഴത്തേക്കും ക്ലച്ച് കവർ ഊരി വരും. അത് ഊരി വന്നില്ല, ചെറുതായിട്ട് നമ്മൾ സ്ക്രൂ ഡ്രൈവറിട്ട് തിക്കി കൊടുത്താലും അത് ഊരി വരും. നമുക്ക് അതൊക്കെ ക്ലച്ച് കവർ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കുലുക്കി ഊരിയെടുക്കുക. ആ ബെൻഡക്സിൻ്റെ ഒക്കെ ഒരു ടൈറ്റ് വരുന്നതുകൊണ്ടാണ് സ്റ്റക്കായിട്ട് നിൽക്കുന്നത്. അത് നമ്മൾ അതൊക്കെ ഊരിയെടുക്കുക. ഇനി ഊരിയെടുത്തതിന് ശേഷം അകം മൊത്തം നല്ല പൊടിയും മണ്ണും കയറിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ കിക്കറിൻ്റെ അവസ്ഥ. ഇതാണ്, അതിനകത്ത് മൊത്തം മണ്ണും പൊടിയും കയറിയിരിക്കും. അങ്ങനെയാണ് ഇത് സ്റ്റക്കായിട്ടിരിക്കുന്നത്. ഈ കാണുന്നത് കിക്കറിൻ്റെ റാച്ചറ്റും വാഷറുമാണ് കാണുന്നത്. ഇതിനകത്ത് മൊത്തം മണ്ണും പൊടിയും കയറിയിരിക്കുകയാണ്. അത് മൊത്തം നമ്മൾ വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യുക. ഒരു കോട്ടൺ വേസ്റ്റ് ഉപയോഗിച്ച് മൊത്തം തുടച്ച് മാറ്റുക. അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഗ്രീസ് ചെയ്തിടുമ്പോഴത്തേക്കും വീണ്ടും സ്റ്റക്കായിട്ട് തന്നെ ഇരിക്കും. അത് വരാതിരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഫുള്ള് ക്ലീൻ ചെയ്യുന്നത്. ഇതാണ് കിക്കറിൻ്റെ റാച്ചറ്റ്. ആ റാച്ചറ്റും നമ്മൾ വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യണം. ഇത് വാഷർ. ആ വാഷർ നമ്മൾ ക്ലീൻ ചെയ്തു. അതിനുശേഷം നമ്മൾ ഈ റാച്ചറ്റിനകത്തെ ഈ ഒരു ലോക്ക് നമ്മൾ കൈ കൊണ്ട് വലിച്ചു കഴിഞ്ഞാൽ അത് ഊരിങ്ങ് പോരും. അത് ഊരിയിട്ട് ആ ലോക്ക് കിടക്കുന്ന ഭാഗവും നമ്മൾ വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ റാച്ചറ്റിൻ്റെ ഈ ഒരു ടീത്ത് വരുന്ന ആ ഭാഗത്ത് നമ്മൾ നല്ല രീതിയിൽ തന്നെ ഗ്രീസ് ചെയ്ത് കൊടുക്കുക. അത് മൊത്തം നമ്മൾ ഗ്രീസ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ലോക്ക് വരുന്ന ആ ഭാഗമുണ്ടല്ലോ, ആ ലോക്ക് വരുന്ന ഈ ഭാഗത്തുകൂടി നമ്മൾ ഗ്രീസ് ചെയ്ത് കൊടുക്കണം. അവിടെ ഗ്രീസ് ചെയ്തില്ലെങ്കിൽ കിക്കർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യത്തില്ല, അവിടെ ജാമായിട്ട് തന്നെ ഇരിക്കും. അതിനുശേഷം നമ്മൾ ഈ ലോക്ക് പഴയതുപോലെ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ലോക്ക് സെറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ
ആ ലോക്ക് കറക്റ്റായിട്ടൊന്ന് വർക്ക് ചെയ്യിപ്പിക്കുക. അതിനുശേഷം നമ്മൾ കിക്കറിൻ്റെ ടീത്തിനകത്ത് മൊത്തം ഗ്രീസ് ചെയ്തിട്ടുണ്ട്. ഈ ഗ്രീസ് ചെയ്തതിന് ശേഷം നമ്മൾ കിക്കറിൻ്റെ ഒരു വാഷർ ഉണ്ടെന്ന് പറഞ്ഞുള്ളൂ. ആ വാഷർ നമ്മൾ ചെറുതായിട്ട് ആ റാച്ചറ്റ് വരുന്ന ഭാഗത്തോട്ട് ശകലം ഗ്രീസ് ചെയ്തതിന് ശേഷം ഈ വാഷറും അതേപോലെ അവിടെ വെക്കുക. ഇനി നമ്മൾ കിക്കർ റാച്ചറ്റ് സെറ്റ് ചെയ്യുന്നത് കിക്കർ മാക്സിമം താത്ത് പിടിച്ചതിന് ശേഷം ഈ ലോക്ക് വരുന്നുണ്ടല്ലോ, ആ ലോക്ക് ആ ഹോളിൽ വരുന്ന രീതിയിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ആ റാച്ചറ്റ് കറക്റ്റായിട്ട് കീറി വീഴും. കീറി വീണമെന്ന് നമ്മൾ കറക്റ്റായിട്ട് ഉറപ്പ് വരുത്തുക. ഈ ഒരു ഹോണ്ടാന്ന് എഴുതിയേക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗമാണ് കറക്റ്റ് കിക്കറിൻ്റെ ഒരു പൊസിഷൻ വരുന്നത്. റാച്ചറ്റ് കറക്റ്റായിട്ട് സീറ്റായിരിക്കുക എന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം നമുക്ക് സെറ്റ് ചെയ്യാം. ഈ ഒരു ഫാൻ വരുന്നുണ്ടല്ലോ, ഈ ഒരു ഫാനാണ് അകത്തോട്ട് മൊത്തം മണ്ണും അടിച്ചു കയറ്റുന്നത്. നമ്മൾ ക്ലച്ച് കവർ തിരിച്ച് സെറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം ഈ നീളമുള്ള ബോൾട്ട് അതിൻ്റെ കറക്റ്റ് സ്ഥാനത്തായിട്ട് ഇട്ട് കൊടുത്തു. പിന്നെ അതിൻ്റെ ബാക്കി ബോൾട്ടുകളെല്ലാം അതിൻ്റെ ഹോളിൽ കൂടി കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ടീസ്പാൻ ഇട്ട് മുറുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ ബോൾട്ടും ഒരേ മുറുക്കത്തിൽ തന്നെ ടൈറ്റ് ചെയ്യുക. ഓവർ ടൈറ്റ് ചെയ്യരുത്, എൻജിൻ കേസ് പൊട്ടാൻ ചാൻസ് കൂടുതലാണ്. നമ്മൾ ടീസ്പാൻ ഇട്ട് ടൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബോൾട്ടുകളെല്ലാം നമ്മൾ കറക്റ്റായിട്ട് മുറുക്കി. അതിനുശേഷം നമ്മൾ കിക്കർ പിടിച്ചു നോക്കിയാണ്. റിട്ടേൺ വരുന്നുണ്ട്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ.